ഫെബ്രുവരി ലിസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ വർഷം എൻഡോട് കൂടി, അതായത് 2025 എൻഡോട് കൂടി, ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ വരും എന്നാണ്. ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ആ നോട്ട്സ് നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. അത് മേ ബി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ എന്നാണോ നമ്മുടെ മനസ്സിൽ തീരുമാനിക്കുന്നത് നമ്മുടെ കേരള PSC ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകും ഇന്ന് നമ്മൾ എന്നാണോ തീരുമാനിക്കുന്നത് അന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ എല്ലാവരെയും എഡ്യൂസ് അക്കാഡമിയുടെ ഒരു വെബിനാറിലേക്ക്, ലൈവിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നഴ്സിംഗ് മേഖലയിലെ കേരള PSC അല്ലെങ്കിൽ ഗവൺമെന്റ് ഏറ്റവും ഉയർന്ന പോസ്റ്റ് ആയിട്ടുള്ള നഴ്സിംഗ് പോസ്റ്റിലേക്കാണ്, അല്ലെങ്കിൽ പ്രൊഫസർ പോസ്റ്റിലേക്കാണ് ഇപ്പോ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പോകുന്നത്, വിളിക്കാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ അറിയുക, അതിന്റെ എല്ലാ സൂചനകളും കിട്ടിയപ്പോൾ ആദ്യം തന്നെ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വെബിനാർ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് ഓൺ ബിഹാഫ് ഓഫ് എഡ്യൂസ് അക്കാഡമി. ഇന്ന് പക്ഷേ ഈ വെബിനാർ ഹോസ്റ്റ് ചെയ്ത് ഞാനല്ല കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് കാണാനും ഈ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഈ പറയുന്ന വെബിനാർ നിങ്ങൾക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക ഷൈൻ സ്റ്റീഫൻ സാറാണ്. ഷൈൻ സ്റ്റീഫൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. അതിലുപരി അദ്ദേഹം വളരെ മികച്ച ഒരു അധ്യാപകൻ കൂടിയാണ്. ഇന്ന് തീർച്ചയായിട്ടും വളരെ സന്തോഷപൂർവ്വമാണ് അദ്ദേഹം ഇന്ന് വെബിനാർ നിങ്ങൾക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ അത്ര വ്യക്തത കൈവരിച്ചു, വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ്ഡ് ആയിട്ടാണ് സാർ അത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ കാണാൻ കഴിയുന്നുണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പരീക്ഷ ഏതാണോ, ആ പോസ്റ്റ് ഏതാണോ, ആ പോസ്റ്റ് ഏറ്റവും അവസാനമായി PSC കണ്ടക്ട് ചെയ്തപ്പോൾ ഏറ്റവും ഉയർന്ന റാങ്കോട് കൂടി തന്നെ ആ പോസ്റ്റ് ക്ലിയർ ചെയ്ത, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാം ഉയർന്ന റാങ്കോട് കൂടി ക്ലിയർ ചെയ്ത വ്യക്തിയാണ്. അതിൽ ഇനി വേറെ ക്വാളിഫിക്കേഷൻസ് ഒന്നും എനിക്കിനി പറയാനില്ല. എങ്കിലും ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് മുമ്പ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഞാൻ പറയുകയാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഷൈൻ സ്റ്റീഫൻ സർ, അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് കോളേജ്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ലീവിലാണ് അദ്ദേഹം ഇപ്പോൾ. അതിന്റെ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ MSc നഴ്സിംഗ് ഫ്രം PGIMER നിന്നാണ് അദ്ദേഹം ആ ക്വാളിഫിക്കേഷൻ നേടിയത്. നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. അതുപോലെ തന്നെ MHA അദ്ദേഹം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ PGDHSR അദ്ദേഹം ക്രാക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ UGC NET അദ്ദേഹം ക്രാക്ക് ചെയ്തു. ആൻഡ് ഓൾസോ ഹി ഈസ് എ PhD സ്കോളർ INC WHO. ഓക്കെ അല്ലേ? അച്ചീവ്മെന്റ്സ് പറയുകയാണെങ്കിൽ 9th റാങ്ക് ഇൻ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ. 9th റാങ്ക് അല്ലേ ഉള്ളൂ അല്ലേ? എന്ത് മനുഷ്യനായി ഈ പറയുന്ന പോലെ തന്നെ അല്ലേ? അതെ, സ്റ്റേറ്റ് 9th റാങ്ക് എന്നേ. അത്രയല്ലേ ഉള്ളൂ. ഞാൻ തമാശ പറഞ്ഞാണ് കേട്ടോ. ഇപ്പൊ 9th റാങ്ക് അദ്ദേഹം നേടി കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ. അതുപോലെ തന്നെ നഴ്സിംഗ് ട്യൂട്ടർ എക്സാം കേരള PSC നടത്തിയപ്പോൾ 19th റാങ്ക് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ MSc നഴ്സിംഗിന്റെ എൻട്രൻസ് PGIMR കണ്ടക്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന്. ഓക്കെ അല്ലേ? എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അതുപോലെ തന്നെ INC PhD എൻട്രൻസ് എക്സാമിനേഷനിലും അഗൈൻ അദ്ദേഹം ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അതുപോലെ തന്നെ ESIC കേരള സ്റ്റാഫ് നഴ്സ് പരീക്ഷ നടത്തിയപ്പോൾ അദ്ദേഹം ഹൈ റാങ്കോട് കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അതുപോലെ തന്നെ എയിംസ് ന്യൂഡൽഹി, നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എയിംസ് എന്ന് പറയുന്നത്. എയിംസിന്റെ സ്റ്റാഫ് നഴ്സ് റാങ്ക് ലിസ്റ്റിലും ഉയർന്ന റാങ്കോടുകൂടി അദ്ദേഹം ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അതുപോലെ തന്നെ DME കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് എക്സാമും DHSഉം അദ്ദേഹം ഒരേ സമയം തന്നെ എന്ത് ചെയ്തു, ക്രാക്ക് ചെയ്ത എക്സാംസ് ആണ്. ഓക്കെ അല്ലേ? പ്ലീസ് വെൽക്കം അവർ ഡിയർ ഷൈൻ സ്റ്റീഫൻ സർ. സർ പ്ലീസ് വെൽക്കം സർ, വെൽക്കം ടു അവർ വെബിനാർ. അപ്പോ ഷൈൻ സാർ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ ഷൈൻ സാറിൽ ഈ കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സെഷനിൽ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് അവസാനം വരെ കാണുകയും, ഈ വെബിനാർ അവസാനം വരെ കാണുകയും, അതിനൊപ്പം തന്നെ അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന എല്ലാ ഡൗട്ട്സും, എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും താങ്ങാൻ ശേഷിയുള്ള ആളായിട്ട് അദ്ദേഹം ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഷൈൻ സാറിന്റെ സെഷനിലേക്ക്. സർ. താങ്ക് യു ബോബി സാർ. അപ്പൊ എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാമല്ലോ? നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യം ഈ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ, നിലവിലുള്ള റാങ്ക് ലിസ്റ്റ്, വേക്കൻസീസ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഡിബിൾ ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ നമ്മൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്റെ ബാച്ച് തുടങ്ങാനായിട്ടിരിക്കുമായിരുന്നു. നമ്മൾ കുറച്ചൊന്ന്, അതായത് DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം തുടങ്ങാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ
പ്രോസറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ തന്നെ നമ്മുടെ പല സ്റ്റുഡൻസും, അതായത് നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് ബാച്ചിലുണ്ടായിരുന്ന പല സ്റ്റുഡൻസും നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് പഠിച്ചാൽ കിട്ടുമോ? അപ്പം എന്താണ് ഇത്, എല്ലാവർക്കും അറിയാം, ഇതൊരു മോസ്റ്റ് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ്. നമ്മളൊക്കെ MSc നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ, MSc അല്ല, ഞാനൊക്കെ ആക്ച്വലി BSc പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കൗതുകപൂർവ്വം നോക്കിയിരിക്കുമായിരുന്നു എന്ന് എനിക്ക് ഇതുപോലെ ഒരു ടീച്ചർ ആകാം എന്നുള്ള കാര്യം കേട്ടോ. അത്രയും ഒരു താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ BSc പഠിക്കുന്നത്. അതുകൂടാതെ MSc പഠിക്കണമെങ്കിൽ പിന്നെ അറിയാം അല്ലേ, നമുക്ക് ഒരു ടീച്ചിങ് പോസ്റ്റ്, ഒരു ടീച്ചിങ് വേക്കൻസിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ MSc പഠിക്കുക. അപ്പം ഞാൻ BSc MSc ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ എന്നത്തെയും ചിന്ത അതായിരുന്നു കേട്ടോ, എന്ന് എനിക്ക് ഇതുപോലെ ഒരു ഫാക്കൽറ്റി ആയിട്ട് മാറാം എന്നുള്ളത്. ഭയങ്കര ഒരുപാട് ആഗ്രഹമുള്ള, ഒരുപാട് പാഷനുള്ള ഒരു ജോബ് ആയിരുന്നു എനിക്കിത്. നിങ്ങൾക്കും ഇത് അങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയാം. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് കിട്ടുമോ? കിട്ടാൻ എന്താ, നമ്മൾ സാധാരണ കേൾക്കുന്നില്ലേ? ഇത് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്, ഒരു ഹയർ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേക്കൻസീസ് പൊതുവെ കുറവായിരിക്കും. അപ്പൊ തന്നെ നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന ഇതാണ്, പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പഠിച്ചാൽ കിട്ടും. പക്ഷെ നന്നായിട്ട് പഠിക്കേണ്ടുന്ന രീതിയിൽ പഠിക്കണം അല്ലെ. സോ ആ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ്, അതിൽ നിന്നുള്ള പോസ്റ്റിംഗ്, ആ കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകാം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. ഇത് നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ആണ്. ഞാൻ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് കേട്ടോ. അതായത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ വിളിക്കുമ്പോഴത്തേക്ക് രണ്ട് രീതിയിലാണ് വിളിക്കുക അല്ലെ. ഒന്ന് ഡയറക്റ്റ് പോസ്റ്റിംഗ് ഉണ്ടാകും, പിന്നെ രണ്ടാമത് ബൈ ട്രാൻസ്ഫർ. ബൈ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമ്മുടെ ഓൾറെഡി സർവീസിലുള്ളവർക്ക് തസ്തിക മാറ്റം എന്നുള്ള രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ഈ ലിസ്റ്റ് നിലവിൽ വരുന്നത് 21 ഫെബ്രുവരി 2024 അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് ലിസ്റ്റിൽ വന്നിട്ട്. നിങ്ങൾ ഓർക്കണേ, ഇത്രയും ഒരു ഹയർ പോസ്റ്റ് ആണ്. വേക്കൻസീസ് സാധാരണ കുറവെന്ന് നമ്മൾ പറയുന്ന ഒരു വേക്കൻസിയിൽ ക്വാളിഫിക്കേഷൻ ഫോർ എക്സാം MSc നഴ്സിംഗ് ആണ്, എക്സ്പീരിയൻസ് വേണ്ട കേട്ടോ. ദിവ്യ നോക്കിയാൽ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നത്, അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയത് ജൂൺ 3-ാം തീയതിയാണ് കേട്ടോ. കഴിഞ്ഞ മാസമാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതുകൂടെ കൂട്ടിയിട്ട് 59 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കണേ, ഇത്രയും ഒരു ഹയർ പോസ്റ്റ് ആണ്. വേക്കൻസീസ് സാധാരണ കുറവുണ്ടെന്ന് പറയുന്ന ഒരു വേക്കൻസിയാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ഏകദേശം 59ഓളം അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്, നിലവിൽ 1.5 വർഷം ആയപ്പോഴത്തേക്ക് അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 80ഓളം പോസ്റ്റിംഗ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നടക്കുമായിരിക്കും കേട്ടോ. ഒരു 80ഓളം പോസ്റ്റിംഗ് നടക്കുമായിരിക്കും. കാരണം അവിടെ കുറച്ച് റിട്ടയർമെന്റ് വേക്കൻസീസ് വരാനുണ്ട്, പിന്നെ എന്നെ പോലെ കുറച്ച് പേര് ലീവ് എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ആ വേക്കൻസീസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇനി കുറച്ച് പോസ്റ്റ് ക്രിയേഷൻസ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് പോയിരിക്കുന്നത്. അതായത് OC എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ കാറ്റഗറിയാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 28 ആണ് പോയിരിക്കുന്നത് കേട്ടോ. ബാക്കി ഈ പറഞ്ഞ പോലെ നമ്മുടെ റിസർവേഷൻ കാറ്റഗറി, പിന്നെ ബൈ ട്രാൻസ്ഫർ പോസ്റ്റിലൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, നഴ്സിംഗ് കോളേജസ് നമുക്കറിയാം അല്ലേ. നഴ്സിംഗ് കോളേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പണ്ടൊക്കെ നമ്മുടെ കൺസെപ്റ്റ് ആയിരുന്നു 3 കോളേജ്, 4 കോളേജ്, 5 കോളേജ്, 7 കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ ജില്ലയിലും ഓരോ കോളേജ് അല്ല കേട്ടോ. അതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ പോളിസി എന്ന് പറയുന്നത്. എല്ലാ ജില്ലകളിലും ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസി. അതിൽ നോക്കിയാൽ നമുക്കറിയാം, ട്രിവാൻഡ്രം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന കോളേജുകളാണ്. കണ്ണൂർ വരെ, പിന്നെ മഞ്ചേരി, പാരിപ്പള്ളി ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയതാണ്. അവിടെയൊക്കെ പോസ്റ്റ് ക്രിയേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതിന് താഴേക്ക് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡൊക്കെ ഇനി പോസ്റ്റ് ക്രിയേഷൻസ് ഒക്കെ ഒത്തിരി നടക്കാനുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളെ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഗതി, അതായത് നമ്മുടെ ഇപ്പം നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 1.5 വർഷത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതിൽ കുറച്ച് പേരൊക്കെ കയറിപ്പോവും. ഞാൻ പറയുന്നില്ല, ഇപ്പം 59 വരെ ആയിട്ടുണ്ട്, അതൊരു 80 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ള പോസ്റ്റ്, അതായത് ഇനിയിപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കോളേജ് തുടങ്ങുമ്പോൾ ആദ്യം ഫസ്റ്റ് ഇയർ ആയിട്ടാണ് തുടങ്ങുക, പിന്നെ അത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. അപ്പം ഓരോ ഇയർ കഴിയുമ്പോഴത്തേക്കാണ് അവിടുത്തെ വേക്കൻസീസ് വരിക, വേക്കൻസീസ് റിപ്പോർട്ട് ആവുക, അതിന്റെ പോസ്റ്റ് ക്രിയേഷൻ വരിക, അതിനുശേഷം അവിടെ പോസ്റ്റിംഗ് ആകുക. അപ്പം നെക്സ്റ്റ് ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ പോസ്റ്റിംഗ് നടക്കാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ നമ്മുടെ പോസ്റ്റിന്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നോക്കിയേ, നെക്സ്റ്റ് നോക്കുന്നത് എലിജിബിലിറ്റി. എല്ലാവർക്കും അറിയാം അല്ലെ, MSc നഴ്സിംഗ് ആണ് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. MSc നഴ്സിംഗ് വേണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യണമെങ്കിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് വേണ്ടാത്തത് നമ്മുടെ കേരള PSCക്കാണ്. ഞാൻ ഇതിന് മുന്നേ നമുക്ക് ഡൗട്ട്സിലേക്ക് ഞാൻ വരാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഡൗട്ട്സ് ഡീൽ ചെയ്യാം കേട്ടോ, ഞാൻ വരാവേ. ഇതിനു മുന്നേ ഞാൻ എയിംസ്, ഭുവനേശ്വർ എയിംസിൽ ട്യൂട്ടർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ ആണെങ്കിൽ പോലും അസിസ്റ്റന്റ് ട്യൂട്ടറിന് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ MSc കഴിഞ്ഞിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ അതുപോലെ എല്ലായിടത്തും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് ലഭിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസിന്റെ കാര്യമില്ല. രണ്ടാമത്തെ കാര്യം കൗൺസിൽ രജിസ്ട്രേഷൻ. അതായത് ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ ഒഡീഷയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ അവിടുത്തെ രജിസ്ട്രേഷൻ ആയിരുന്നു. അപ്പം ഈ സാധാരണ ഈ പോസ്റ്റ് വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റില് കേട്ടോ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റില്
രജിസ്ട്രേഷൻ ഉണ്ടായാലും മതി. നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കേരള നഴ്സിംഗ് കൗൺസിലേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ മാറ്റിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഏജ് ഓപ്പൺ കാറ്റഗറിക്ക് കഴിഞ്ഞ ലിസ്റ്റ് വെച്ചിട്ട് പറയുന്നത് 41 ഇയേഴ്സ് ആയിരുന്നു. സാധാരണ ഏജിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാല്ലേ, January 2 വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞുതരാം കേട്ടോ. ബൈ ട്രാൻസ്ഫറിനാണെങ്കിൽ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ ഓപ്പൺ കാറ്റഗറിക്ക് 41 വയസ്സാണ്. 3 വർഷം റിലാക്സേഷൻ കിട്ടും. OBC കാറ്റഗറിയിലുള്ളവർക്ക് 5 വർഷം, അതായത് 46 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം SC ST കാറ്റഗറിയിലുള്ളവർക്ക് കേട്ടോ. അതേസമയം ബൈ ട്രാൻസ്ഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റിന്റെ ആവശ്യമേ ഇല്ല. ഏജ് ലിമിറ്റില്ല, എത്ര വയസ്സ് വരെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവരും ചോദിക്കുന്നതാണ്, എല്ലാവരും നമ്മൾ ആക്ച്വലി ബാച്ച് തുടങ്ങിയപ്പോൾ തന്നെ ചോദിക്കുന്നതാണ്, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന്റെ എക്സാം എന്നാണ് കേട്ടോ, എക്സാം എന്നാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ February 2024 അല്ലെ, ഏകദേശം 1.5 വർഷമായിട്ടുണ്ട് ഈ ലിസ്റ്റ് നിലവിൽ വന്നിട്ട്. അപ്പൊ നമുക്കറിയാം ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. സോ 2027 February ആകുമ്പോഴത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. അന്നേരത്തേക്ക് ആവശ്യത്തിൽ അധികം വേക്കൻസീസ് ഉണ്ടാവും. സോ നമ്മുടെ PSCയുടെ ഒരു രീതി ഇപ്പൊ അറിയാമല്ലേ, നമ്മുടെ നിലവിൽ ഇപ്പൊ DME സ്റ്റാഫ് നഴ്സിന്റെ ലിസ്റ്റ് എക്സ്പയർ ആകുന്നത് 2026 ജനുവരിയിലാണ് അല്ലെ. 2026 ജനുവരിയിലാണ് നമ്മുടെ DME സ്റ്റാഫ് നഴ്സിന്റെ ലിസ്റ്റ് എക്സ്പയർ ആകുന്നത്. സോ അതിനു വേണ്ടിയാണ് ഏകദേശം 6 മാസം മുന്നേ എക്സാം നടത്തിയത്. അപ്പൊ അതിനും ഒരു എനിക്കൊന്ന് 8 മാസം മുന്നേ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പൊ ഏകദേശം ഒരു 1.25 വർഷത്തോളം മുന്നേ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തോണേ, ഈ 27 ലിസ്റ്റ് വേണം, 27 ഫെബ്രുവരി ലിസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ വർഷം എൻഡോടുകൂടി, അതായത് 2025 എൻഡോടുകൂടി, ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഒത്തിരി അങ്ങോട്ട് മാറാൻ സാധ്യതയില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കും, ഇനിയിപ്പം ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഏകദേശം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുക ഒരു വർഷം മാക്സിമം ആണ് ഞാൻ പറയുന്നത്. 9 months to 1 year ആയിരിക്കും നമുക്ക് മിക്കവാറും എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുക കേട്ടോ. ഏകദേശം 9 months to 1 year ആയിരിക്കും നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുക. സോ അപ്പം നിങ്ങളുടെ നെക്സ്റ്റ് ഡൗട്ട് എന്താണ്, എങ്ങനെ പഠിക്കണം അല്ലെ, എങ്ങനെ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ നോക്കിയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഏർലി ആണ് കേട്ടോ, സ്റ്റാർട്ട് ഏർലി. അപ്പൊ ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് ഏകദേശം എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ, എക്സാമിനെ കുറിച്ച് കേൾക്കുന്നതിന് മുന്നേ ഏകദേശം 2 വർഷം മുന്നേ, അതായത് ഈ എക്സാമിന് ഏകദേശം 1.5 മുതൽ 2 വർഷം മുന്നെയാണ് ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആവശ്യമുള്ള ഒരു ഹയർ ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ഏർലി എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിയാൽ നോ ദ സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ. അതായത് ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോടൊക്കെ പറയുന്ന കാര്യമാണ്, സിലബസ് അറിഞ്ഞു പഠിക്കുക, അതുകൂടാതെ തന്നെ എക്സാം പാറ്റേൺ അറിഞ്ഞു പഠിക്കുക എന്നുള്ളത്. സോ ഈ സിലബസ് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതായത് നമ്മുടെ MSc ലെവലിൽ വരുന്ന സിലബസ് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ഡെപ്തിൽ പഠിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനായിട്ടുള്ളത്. എക്സാം പാറ്റേൺ നമ്മൾ അറിഞ്ഞു പഠിക്കണം അല്ലെ. നോക്കിക്കേ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മെൽഡ് സ്കോർ കേട്ടോ. മെൽഡ് സ്കോറിൽ വരുന്ന ക്രൈറ്റീരിയാസ് ഏത് എന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ സാധാരണ കേൾക്കുന്ന, സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുന്നത് എന്ന് നിങ്ങളെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയോ? ഞാൻ സാധാരണ ചോദിക്കുന്നതാണ് അല്ലെ. ആൻസർ അറിയോ? മെൽഡ് സ്കോറിന്റെ ആൻസർ അറിയാവോ? സാധാരണ നമ്മുടെ ലിവർ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സ്കോറിംഗ് ക്രൈറ്റീരിയ ആണ് മെൽഡ് സ്കോർ എന്ന് പറയുന്നത് അല്ലെ. സാധാരണ എന്താ ആൻസർ വരിക പറയാവോ? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ക്രിയാറ്റിനിൻ, ബിലിറൂബിൻ, INR ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നോക്കിയേ, ഈ രീതിയിലായിരിക്കും എക്സാം പാറ്റേൺ വരിക. അതുകൊണ്ട് നിങ്ങൾ എക്സാം സിലബസ് അറിഞ്ഞ് പഠിക്കുക, കൂടാതെ എക്സാം പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക. നെക്സ്റ്റ് യെസ് അനീഷ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി യെസ് കറക്റ്റ് ആണ് കേട്ടോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു അല്ലേ അല്ലെ. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, മേക്ക് എ റിയലിസ്റ്റിക് സ്റ്റഡി പ്ലാൻ കേട്ടോ. അതായത് നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ. അതുകൊണ്ടാണ് ഈ റിയലിസ്റ്റിക് എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്യുക കേട്ടോ. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, അതായത് ഡെയിലി ഇത്ര മണിക്കൂർ, 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ പഠിക്കും എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ബി കൺസിസ്റ്റന്റ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. ജസ്റ്റ് ഒന്ന് പഠിച്ച് തുടങ്ങി വയ്ക്കും, പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. പിന്നെ മേക്ക് ഷോർട്ട് നോട്ട്സ് കേട്ടോ. അതായത്
നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് പറയുന്ന കാര്യമാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ആ നോട്ട്സ് നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. അത് മേ ബി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബുക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് നമ്മൾ ഇതുപോലെ മറന്നു പോകുന്ന, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരുന്ന, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിലേക്ക് അതായത് എക്സാമിന്റെ അടുത്ത ദിവസങ്ങളിൽ 2 weeks ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ സിലബസ് പഠിച്ചു തീർക്കാൻ കഴിയില്ല, പക്ഷെ റിവിഷൻ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ ഷോർട്ട് നോട്ട്സിൽ വയ്ക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് യാത്രയിൽ ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അതുകൂടാതെ ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ കേട്ടോ, നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ചെറിയ നോട്ടായിട്ട് എഴുതി വെക്കുക എന്നുള്ളത്. ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഞങ്ങളുടെ സ്റ്റുഡൻസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് ജസ്റ്റ് അവരുടെ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ഇങ്ങനെ കുറെ നോട്ട്സ് ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. അവരുടെ റൂമിൽ അവരുടെ ഇതുപോലെ ചുവരിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നോട്ട്സ് കാണിച്ചു തന്നു. വളരെയധികം സന്തോഷം തോന്നി. സോ ഈ രീതിയിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. എങ്ങനെയാണ് പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങൾ കേട്ടോ. അതുകൂടാതെ റിവൈസ് റെഗുലർലി. നമ്മുടെ DME സ്റ്റുഡൻസിനൊക്കെ അറിയാം, നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം കൊണ്ടുപോകുന്ന കാര്യമാണ്. സാധാരണ ഒരു കൺസെപ്റ്റ് ഉണ്ട്, എന്താണ് എക്സാം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം റിവൈസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വർഷം മുന്നാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് എക്സാമിന്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാം, അതിനുശേഷം റിവിഷൻ ചെയ്യാം എന്നുള്ളതാണ്. ഇതൊക്കെ സത്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് സൈക്കോളജി കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ സൈക്കോളജിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സൈക്കോളജി എനിക്ക് തോന്നുന്നു ഞാൻ 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ഏകദേശം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു പഠിച്ചു കഴിഞ്ഞു, നല്ലൊന്ന് റിവൈസ് ചെയ്തേക്കാന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഒന്നേന്ന് പഠിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത് പഠനത്തിന്റെ അവസാനം നടത്തേണ്ട ഒരു കാര്യമല്ല, പഠനത്തോടൊപ്പം കൊണ്ടുപോകേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് പഠിക്കാനിരിക്കുമ്പോൾ ഇന്നലെ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ആ രീതിയിൽ കൊണ്ടുപോകട്ടെ. അപ്പൊ റിവൈസ് റെഗുലർലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ പ്രാക്ടീസ് ഡെയിലി. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അല്ലെ. നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം, നമ്മൾ ഒരു ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും. സോ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, അനലൈസ് യുവർ പെർഫോമൻസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആ ഡെയിലി ഉള്ള, അതായത് നിങ്ങൾക്ക് ഓരോ ദിവസം കിട്ടുന്ന മാർക്സ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഒരു ചെറിയൊരു ബുക്ക് അതിനുവേണ്ടി മാറ്റി വെക്കുക. ഓരോ ദിവസം നിങ്ങൾ ചെറിയ MCQs അല്ലെങ്കിൽ ചെറിയ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ് നിങ്ങൾ എഴുതി വെക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലേ, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോലെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നഴ്സിംഗിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരല്ല. അപ്പൊ നമുക്ക് ഡെയിലി നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്, നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ നമ്മൾ ഡെയിലി പഠിക്കും അല്ലെ. സോ ആ രീതിയിൽ നമ്മളിപ്പം ഈ ഡെയിലി ഓരോ ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് അതിന്റെ എക്സാമിന്റെ മാർക്ക് എഴുതി വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആകും. നിങ്ങൾ കുറെ പുതിയ കാര്യങ്ങൾ പഠിച്ചു പോകും. സോ അതിനുവേണ്ടിയാണ് ഈ അനലൈസ് യുവർ പെർഫോമൻസ് എന്ന് പറയുക. നമുക്ക് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം നമുക്ക്, ഞാൻ മാക്സിമം ഒരു റേഞ്ച് പറഞ്ഞാൽ ഒരു 9 months to 1 year നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. ആ സമയം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാം. കൂടാതെ നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ലെവലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ നോക്കിക്കേ, യൂസ് ഫ്രീ ടൈം ഫോർ റീകോൾ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ എനിക്ക് ഉൾപ്പെടേണ്ടായിരുന്ന ഒരു കാര്യമാണ്, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷെ അത് പോരാ, നമ്മൾ മാക്സിമം പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതിനേക്കാളും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ അന്ന് കിടക്കുന്നതിന് മുന്നേ, നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് മറക്കത്തില്ല കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ആയിട്ട് സോർട്ട് ചെയ്ത് വെക്കുക. അന്ന് കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മനസ്സിലൊന്ന് റീകോൾ ചെയ്തിട്ട് കിടക്കുക. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, 2 ദിവസം ചെയ്താൽ പോരാ, എല്ലാ ദിവസവും ചെയ്യണം. നെക്സ്റ്റ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ മോട്ടിവേറ്റഡ് കേട്ടോ. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പഠനം മാത്രം പോരാ അല്ലെ, പഠനം മാത്രം പോരാ, നമ്മൾ ആരോഗ്യപരമായിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ പഠനം കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മെന്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർക്കുക കേട്ടോ. അതായത് നമ്മുടെ മാനസിക ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻ ഒക്കെ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക. നമ്മൾ WHO ഡെഫിനിഷൻ അതേപടി പാലിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, സ്റ്റേ മോട്ടിവേറ്റഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചു തുടങ്ങും, നമ്മൾ പകുതി വഴിയിൽ കൊണ്ട് ഉപേക്ഷിക്കും, നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തന്നെ
ഓക്കെ ദിൽന, ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ ഒരു ഫാക്ടർ കണ്ടുപിടിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെയൊക്കെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ ഈ കേരളത്തിൽ വരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഒഡീഷയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ഫാമിലിക്ക് ഇവിടെ ആയിരുന്നു. അപ്പം എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ നിൽക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു എന്റെ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. അതുകൊണ്ട് തന്നെ ഞാനിത് എന്നാണോ പഠിച്ചു തുടങ്ങണം എന്ന് തീരുമാനിച്ചത്, അതിന്റെ അടുത്ത ദിവസം മുതൽ രാവിലെ 5 മണിക്ക് ഞാൻ അറിയാതെ തന്നെ എഴുന്നേറ്റ്, എനിക്ക് അലാമൊന്നും വേണ്ടായിരുന്നു, 5 മണിക്ക് ഞാൻ തന്നെ എഴുന്നേറ്റ് പഠിച്ചു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടാകും. അത് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? അതായത് ചിലർക്കുള്ള കാര്യങ്ങൾ വെച്ചാൽ, നീ MSc ഒക്കെ പഠിച്ചിട്ട് ഇപ്പോഴും ഹോസ്പിറ്റലാണോ വർക്ക് ചെയ്യുന്നത്? നീ MSc ഒക്കെ പഠിച്ചിട്ട് ഇപ്പോഴും പ്രൈവറ്റിലാണോ വർക്ക് ചെയ്യുന്നത്? നിനക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? നീ എത്ര പഠിച്ചിട്ട് എന്താ നന്നാവാതെ? ഇങ്ങനെയുള്ള കുറെ പുച്ഛ പരിഹാസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? സോ ഇതൊക്കെ എന്ത് ചെയ്യുക? ഇൻസൾട്ട് ഈസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ എന്നാണ് പറയുന്നില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഇൻസൾട്ട് ഒക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ആ പറഞ്ഞവർ ഓർക്കേണ്ട കാര്യമില്ല കേട്ടോ, പറഞ്ഞവരൊക്കെ പൊക്കോട്ടെ. ആ പറഞ്ഞ വാക്കുകളൊന്ന് ഓർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക, ഞാൻ ഈ എക്സാം എഴുതും, പാസ്സാകും, എനിക്ക് ജോലി ലഭിക്കും കേട്ടോ. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം പോരാ, ഉറപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ DME സ്റ്റുഡൻസിനോട് എന്നും പറയുന്ന കാര്യമായിരുന്നു, നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾ പുതിയ ജോലി കിട്ടി, അസിസ്റ്റന്റ് പ്രൊഫസർ ജോലി കിട്ടി, നിങ്ങൾ ജോലിക്ക് പോകുന്നതൊക്കെ സ്വപ്നം കാണുക കേട്ടോ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും, നിങ്ങളുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കാര്യങ്ങളൊക്കെ മാറും അല്ലെ? സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്നും വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോട്ടിവേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ബാക്കി കുറെ മോട്ടിവേഷൻസ് ഒക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ഇവാലുവേഷന്റെ കാര്യം പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ ഷീറ്റ് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസത്തെയും ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം അതിന് ടെസ്റ്റ് ഉണ്ടാവും. സോ ആ ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ ഷീറ്റിൽ അതിന്റെ സ്കോറൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് കൂടാതെ നമ്മുടെ മെന്റേഴ്സ് നമ്മളിത് റിവൈസ് ചെയ്യുന്നതും ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ വീക്കിലി നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ പ്രിപ്പയർ വെച്ചിട്ട് ഇത് ഫോളോ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, പലപ്പോഴും നമ്മുടെ കുട്ടികൾ പറയുന്ന കാര്യമാണ്, സാർ ഞാനെല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കുന്നത് പോലെ തന്നെ മറന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഓർത്തിരിക്കാനുള്ള ട്രിക്സ്, എന്തൊക്കെയാണ് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നൊക്കെ പറയാറുണ്ട്. നോക്കിക്കേ, 1-2 കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, യൂസ് ന്യൂമോണിക്സ്. അത് നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്ന കാര്യങ്ങളാണല്ലേ. എന്തെങ്കിലും ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ കൂടെ അല്ലെ, അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഈ ന്യൂമോണിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ മെമ്മറൈസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള തമാശയൊക്കെ നമ്മൾ പറഞ്ഞ് അതൊന്ന് കോറിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ കുട്ടികളൊക്കെ സാധാരണ പറയാറുണ്ട്, എക്സാമിന് പോയിട്ട് ഹോളിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇന്ന കാര്യം ഓർമ്മ വന്നു, അങ്ങനെ എഴുതാൻ പറ്റുന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ന്യൂമോണിക്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ DME സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് അത് ജസ്റ്റ് അറിയാൻ പറ്റും അല്ലേ, നമ്മളത് ഫോളോ ചെയ്തതിന്റെ ഇമ്പോർട്ടൻസ്, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ. നിങ്ങൾക്ക് അതൊക്കെ ഇപ്പൊ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്നു അല്ലെ. നെക്സ്റ്റ്, മേക്ക് മൈൻഡ് മാപ്സ്. മൈൻഡ് മാപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ മനസ്സിൽ കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊക്കെ അതൊന്ന് ഓർക്കുക. അതിനാണ് നമ്മൾ മൈൻഡ് മാപ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, മാപ്പ് നമ്മൾ എവിടെ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മുടെ മൈൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നു കേട്ടോ. യെസ്, രാജേഷ് പറയുന്നുണ്ട് കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, ദിൽനെ കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ഓക്കെ, ഇറ്റ് ഈസ് സമ്മൺ എൽസ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുമായിട്ട് കുറച്ച് പാസീവ് ആയിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അനിയത്തിമാരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക കേട്ടോ. അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം, അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവര് വെറുതെ കേട്ടിരുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, നോളജ് ഒക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകും കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടീസ് ആക്റ്റീവ് റീകോൾ കേട്ടോ. അതായത് നമ്മൾ ചില കാര്യങ്ങളുണ്ട് അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഓർമ്മ വരും അല്ലെ. അപ്പൊ അത് ഓക്കെയാണ്. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഓർമ്മ വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യുക. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നമ്മളിപ്പോൾ മേ ബി ഒരു 3 hours പഠിച്ചുവെങ്കിൽ പഠിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് റീകോൾ ചെയ്ത് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യുക. പാസീവ് റീകോൾ അല്ല, നിങ്ങൾ മനസ്സ് അറിഞ്ഞ് സ്വന്തമായിട്ട് നിങ്ങൾ
സ്വന്തമായിട്ട് നിങ്ങൾ റീകോൾ ചെയ്യുക കേട്ടോ. അത് പാസീവ് അല്ല, ആക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ റീകോൾ ചെയ്യുക. യെസ്, നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓറിയന്റേഷൻ തന്നിട്ട് നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാവേ. നെക്സ്റ്റ്, റിവൈസ് ഇൻ ഇന്റർവെൽസ്. അത് നമ്മൾ പറയുന്നത് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിപ്പം ഒരു ദിവസം പഠിച്ചു, ആ കാര്യങ്ങൾ നെക്സ്റ്റ് ഡേ നമ്മൾ റിവൈസ് ചെയ്തു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡേ റിവൈസ് ചെയ്ത് മാത്രമല്ല പുതിയ കാര്യങ്ങൾ പഠിക്കും അല്ലേ. സോ അതിന്റെ തേർഡ് ഡേ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് അത് ഫുള്ള് നിങ്ങൾ വായിച്ചൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ആ പേജസ് ഒന്ന് മറച്ചു വിട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ആ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറക്കത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ ദയവ് ഇത് തീരുമാനിക്കരുത്, ലാസ്റ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് തീരുമാനിക്കരുത്. അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള തോട്ടാണ്. അതുകൂടാതെ ഡേറ്റ് വന്നിട്ട് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്പേസ് റിപ്പിറ്റേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ഏർലി കേട്ടോ, നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൈലൈറ്റ് ആൻഡ് കളർ കോഡ്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, എന്റെ നോട്ട്സ് ആണ്, ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആണ്. ഇതുപോലെ പല കളേഴ്സിലൊക്കെ നമുക്ക് എഴുതി വെക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പല കളേഴ്സിലൊക്കെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിക്കാൻ കഴിയും. അതുകൂടാതെ റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമാണ്. പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കവും വരില്ല കേട്ടോ. പല കളർ കോൺട്രാസ്റ്റിലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കവും വരത്തില്ല. നെക്സ്റ്റ്, കുറച്ച് എക്സാം സ്ട്രാറ്റജീസ് കൂടെ. ഇത് ജസ്റ്റ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ പോരാ, നന്നായിട്ട് പഠിച്ചാൽ പോരാ, കുറച്ച് എക്സാം സ്ട്രാറ്റജീസ് കൂടെ നമ്മൾ ഫോളോ ചെയ്യണം. അതിന് മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് ടൈം മാനേജ്മെന്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ DME സ്റ്റുഡൻസ് ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു അല്ലേ. ടൈം മാനേജ്മെന്റ്, കൂടാതെ നെഗറ്റീവ് മാർക്സ് അവോയ്ഡ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു സ്ട്രെസ് മാനേജ്മെന്റ് കേട്ടോ. സ്ട്രെസ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ നമ്മുടെ കുട്ടികളോടൊക്കെ പറഞ്ഞു വിട്ട കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാവില്ല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓർക്കുക, ഞാൻ കേട്ടില്ലെങ്കിൽ എന്താണ്, വേറെ ആരും കേൾക്കില്ല. അപ്പൊ ആ രീതിയിലുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് നിങ്ങൾ ഈ കുറച്ച് കാലഘട്ടം കൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ രീതിയിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുക. നമ്മൾ ഡ്യൂറിംഗ് ദ കമ്മിങ് ഡേയ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. കാരണം എക്സാം സ്ട്രാറ്റജിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറായിട്ടില്ല. എക്സാമിന്റെ ടൈമിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡെപ്തിൽ നമ്മൾ പറയും കേട്ടോ. എക്സാം സ്ട്രാറ്റജീസ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ കൂടെയാണ് വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ് നിങ്ങൾ പഠിക്കണം. കൂടാതെ നിങ്ങൾക്ക് നോട്ട്സ് നമ്മുടെ ആപ്പിൽ തന്നെ നോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഓരോ ഡേയ്സിന്റെയും ക്ലാസ് കഴിയുമ്പോൾ 30 to 50 MCQs നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി തരുന്നുണ്ട്. ഷുവർ ഷോർട്സ് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് നമ്മുടെ ആപ്പിൽ തന്നെ തരുന്നുണ്ട്. അതായത് ഒരു ദിവസത്തെ ക്ലാസ് ഇപ്പം മേ ബി അത് 1 hour ആയിരിക്കാം, മേ ബി 2 hour ആയിരിക്കാം. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ MCQ നിങ്ങൾക്ക് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് MCQs കേട്ടോ, പ്രാക്ടീസ് മോഡിൽ നമ്മൾ MCQസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വണ്ടി ഓടിക്കുമ്പോഴല്ല, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ കൂടാതെ നമ്മൾ ഇത് അണ്ടർ ഡെവലപ്മെന്റ് ആണ് ലാസ്റ്റ് ഉള്ളത്. എനിക്കൊന്നൊരു 3 months എടുക്കും ഇത് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ. ക്വസ്റ്റ്യൻസ് ഇൻ ഗെയിം മോഡ് കേട്ടോ. ഗെയിം മോഡിൽ കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അത് അണ്ടർ ഡെവലപ്മെന്റ് ആണ്, ഉടനെ കിട്ടില്ല. മേ ബി ഒരു 3 months നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മുടെ കുട്ടികൾക്കായിട്ട് നമ്മൾ ഒരു ഫ്രീ റാങ്ക് ബൂസ്റ്റർ പാക്ക് നൽകുന്നുണ്ട്. അതായത് അതിൽ പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ടോപ്പ് റാങ്ക് ഡിസൈഡിങ് ഏരിയാസ് ഉണ്ട്, പിന്നെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ അടങ്ങിയ ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക് നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. ഇനി നമ്മുടെ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാനായിട്ട് ഞാൻ നമ്മുടെ ബോബി സാറിനെ ക്ഷണിക്കുകയാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ദയവേത് ആരും ലീവ് ചെയ്യരുത്. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് സാർ പെട്ടെന്ന് പറഞ്ഞു നിർത്തും. അതിനുശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ക്വറീസ് പൂർണ്ണമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്തിട്ടായിരിക്കും ഈ വെബിനാർ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ നമ്മുടെ ബോബി സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ സെഷൻ ഇതുവരെ? How do you feel? എനിക്ക് തോന്നുന്നു ഒരു സുഹൃത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും സ്ട്രെസ്സായി എല്ലാം പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അറിയുക, ആദ്യം നിങ്ങളിലൊരു മേക്ക് ബിലീഫ് ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? അത് പലരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം അല്ലേ? യെസ്, അതാണ് വിഷയം. ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഷൈൻ സാർ ആണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, ഞങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയത് ഞങ്ങൾ സർവ്വസാധാരണക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? പക്ഷെ എന്താ ചെയ്തത്? ഞങ്ങൾ ചെയ്ത വർക്ക്, ഡെഡിക്കേഷൻ, പാഷൻ, അതെന്തായിരുന്നു?
അത് എക്സ്ട്രാ ഓർഡിനറി ആണ്. ഓക്കെ അല്ലേ? ഞങ്ങൾ ആരും എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരല്ല, പക്ഷെ ഞങ്ങൾ ചെയ്ത വർക്ക് എന്താണ് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ അല്ലേ? കിട്ടി? യെസ്, വെരി ഗുഡ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. യെസ്, നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ള ബാച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. ജൂലൈ 26 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, കമ്മിങ് ജൂലൈ 26. സോ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് എല്ലാം കിട്ടി. ഡീറ്റെയിൽസിനെ കുറിച്ച് കിട്ടിയ ആദ്യത്തെ വീഡിയോ ആയിരിക്കും എഡ്യൂസ് അക്കാഡമിയുടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ എം റൈറ്റ്? ആണ്. സോ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഈ പറയുന്ന എന്താണ് മോട്ടിവേഷൻ മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ജൂലൈ 26 ഞങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള, അത്രയും പ്രിപ്പറേഷനോട് കൂടിയ ഒരു കോഴ്സ് ആയിരിക്കും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ വീഡിയോ, ഈ ലൈവ് അവസാനിക്കുമ്പോൾ ഇത് വീഡിയോയെ മാറുമല്ലോ യൂട്യൂബില്, ആ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഐ റിപ്പീറ്റ്, ഈ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഒരു വീഡിയോ ആകും. ഓക്കെ അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വീഡിയോയുടെ താഴെയുള്ള ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. സോ ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. സോ യു ക്യാൻ ഫിൽ ദ ഗൂഗിൾ ഫോം. നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇനിയിപ്പോൾ ഞാനിപ്പോൾ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവും നമ്മുടെ, ആ നമ്പറിലേക്ക് നിങ്ങൾ ഇന്നിനി രാത്രി തന്നെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾ ഈ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ആ കോഴ്സിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഗൂഗിൾ ഫോം വഴി ഫില്ല് ചെയ്താൽ മതി. ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ടാവും, അങ്ങോട്ട് വിളിക്കുന്നുണ്ടാവും. ഇനി ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ നൽകുന്ന മറ്റൊരു മോട്ടിവേഷൻ, ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന നഴ്സിംഗിന്റെ ഏറ്റവും ബെസ്റ്റ് സെറ്റ് ഓഫ് റെഫറൻസസ് ആണ് എഡ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ദാറ്റ് ഇസ് എഡ്യൂസ് റാങ്ക് മാസ്റ്റർ. സോ എഡ്യൂസ് റാങ്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ പറയുന്നു, ഇത് ഇന്ന് വിപണിയിൽ ട്രെൻഡിങ് ആയി കഴിഞ്ഞു. സോ ഇത് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, ഇത് വിപണിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളോട് പറയുന്നത്, ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഫർ. ഇന്നും നാളെയുമായി നമ്മുടെ ആ ഗൂഗിൾ ഫോമിലൂടെ ഫില്ല് ചെയ്ത് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഇന്നും നാളെയുമായി നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഞങ്ങളിത് ഫുള്ളി ഫ്രീ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇത് പ്രൊവൈഡ് ചെയ്യുക. പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും. 2000 രൂപയോളം വില വരുന്ന 6 പാർട്ടായിട്ട് നിലനിൽക്കുന്ന ഈ എഡ്യൂസ് റാങ്ക് മാസ്റ്റർ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാക്കുക. സോ നഴ്സിംഗിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ 6 പുസ്തകങ്ങൾ ഉറപ്പാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് റെഫറൻസ് ആണ്. കാര്യം 5-6 വർഷത്തോളം അത്രയും റിസർച്ച് കണ്ടക്ട് ചെയ്ത് കേരള PSCയും ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ PYQs ഞങ്ങൾ കൃത്യമായി റിസർച്ച് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ PYQs നിങ്ങൾക്ക് കാണാം, MCQs നിങ്ങൾക്ക് കാണാം, എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം PSCയുടെ പുതിയ ട്രെൻഡ് എന്താ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പണ്ട് ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ടോപ്പിക്കാണ്, അത് 1 മാർക്ക് നിങ്ങൾക്ക് നേടിത്തരും അല്ലെ. പക്ഷെ ഇപ്പൊ PSCയുടെ ഒരു രീതി എങ്ങനെയാ, ഒരു ചോദ്യം അതിൽ 4 സ്റ്റേറ്റ്മെന്റ്, ആ 4 സ്റ്റേറ്റ്മെന്റ് 4 ടോപ്പിക് ആയിക്കൂടെ. നിങ്ങൾ ഓർത്ത് നോക്കിയോ, ആ 1 മാർക്ക് സ്പ്ലിറ്റ് ആയി പോയത് അല്ലെ. അപ്പൊ ഈ രീതി, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾ ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നുണ്ടാവും, ഒന്ന് ചിന്തിച്ച് നോക്കി, ശരിയല്ലേ അത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ തരത്തിലുള്ള എക്സാം സ്ട്രാറ്റജിയും പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ കോഴ്സ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ റാങ്ക് മാസ്റ്റർ ബുക്കും റാങ്ക് ഫയലും നിങ്ങളിലേക്ക് അവൈലബിൾ ആക്കുക. ഞാൻ പറഞ്ഞല്ലോ, 2000 രൂപയോളം വിലയുള്ള ഈ പറയുന്ന പുസ്തകം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടായിരിക്കും നിങ്ങളിലേക്ക് കിട്ടുക. ഓഫർ എന്താ, ഇന്നും നാളെയും ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. സോ ഇന്നും നാളെയുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിളിച്ച് അഡ്മിഷൻ എടുക്കണ്ട.
നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ ഉറപ്പാക്കിയാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ കോഴ്സ് ഈ പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ഒരു വിജയകരമാക്കി തീർക്കുവാനായിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ അവൈലബിൾ ആക്കും. തീർച്ചയായിട്ടും ഈ യാത്രയിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു ട്രെയിനറായിട്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ഞങ്ങളിത് നേടിയത് ഒരു സുപ്രഭാതത്തിലല്ല, സ്വപ്നം മാത്രം കണ്ടിരുന്നിട്ടില്ല. ഓക്കെ അല്ലേ? ഏറ്റവും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനം. സോ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാണ്, എഡ്യൂസ് അക്കാഡമിയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ സ്വപ്നം കണ്ടുകൊണ്ട് നഴ്സിംഗിന്റെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കൺസേൺസും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ഷൈൻ സാറിനെ നിങ്ങളുടെ മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഡൗട്ടൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചോ? യെസ്, റെഡി അല്ലേ? So let's welcome once again Shine sir. Shine sir, please. Okay. അപ്പൊ ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണേ, അതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒക്കെ ഡൗട്ട് ഉള്ള കാര്യമാണ് നമുക്ക് എപ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലെ. നമ്മൾ എന്നാണോ നമ്മുടെ മനസ്സിൽ തീരുമാനിക്കുന്നത് നമ്മുടെ കേരള PSC ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകും ഇന്ന് നമ്മൾ എന്നാണോ തീരുമാനിക്കുന്നത് അന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അത് ഇന്നാണെങ്കിൽ ഇന്ന് കേട്ടോ. അതായത് ഈ പ്രിപ്പറേഷൻ ഈ സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാം ഒന്ന് ശരിയായിക്കോട്ടെ കേട്ടോ, എല്ലാം ഒന്ന് ശരിയായിട്ട് ഞാൻ പഠിക്കാനേ. അതായത് എന്റെ വീട്ടിലെ സാഹചര്യമൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ എന്നിട്ട് ഞാൻ പഠിക്കാം. അല്ല എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട് എന്നിട്ട് ഞാൻ പഠിക്കാം. അതല്ല എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പഠിക്കാം. വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട് ഞാൻ പഠിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും അല്ലെ. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കും അല്ലെ. സോ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാകും, ഒറ്റ പ്രാവശ്യമാണ്. അന്ന് നിങ്ങൾ എത്ര വിചാരിച്ചാലും അത് പഠിക്കാനായിട്ട് കഴിയില്ല കേട്ടോ. അതായത് നമ്മുടെ എല്ലാ ജോലികളും എപ്പോഴാണ് തീരുന്നത്, നമ്മൾ മരിച്ച് പെട്ടിയിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ജോലികളും കഴിയുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പഠനം എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് തുടങ്ങാനുള്ളതല്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതായത് നിങ്ങളിപ്പം ഈ ഒരു വെബിനാറിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. സോ ആ താല്പര്യം നിങ്ങൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. യു ഹാവ് ഓൾറെഡി ടേക്കൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യുവർ പ്രിപ്പറേഷൻ. അതാണ് എനിക്ക് ഈ പ്രിപ്പറേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക. ആ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങൾ തന്നെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. അതിനുശേഷം അതിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക കേട്ടോ. അതിന് നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ പോസ്റ്റിന് അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിന് ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മുടെ എക്സാം വരിക 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. നഴ്സിംഗിൽ നിന്നുള്ള സിലബസ് കേട്ടോ, നഴ്സിംഗിൽ നിന്നുള്ള സിലബസ് തന്നെ ആയിരിക്കും വരിക. നേരത്തെ GK ഉണ്ടായിരുന്നു, ഇപ്പൊ GK ഇല്ല. 100 മാർക്കിന് എക്സാം ആയിരിക്കും വരിക. അതിനുശേഷം നമുക്ക് 20 മാർക്കിന് ഇന്റർവ്യൂ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, നമ്മുടെ DM എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാമായിരിക്കും. നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് എക്സാം കൊണ്ട് കഴിയുന്നില്ല, എക്സാമിന് ശേഷവും നിങ്ങളുടെ ജോലിയിൽ കയറുന്ന വരെയുള്ള സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മുടെ DMEയുടെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് കൊറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു, അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ DMEയിൽ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്, ഇന്റർവ്യൂ ഉണ്ട് എങ്കിലെന്നല്ല, ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഇന്റർവ്യൂ ഉണ്ട്. സോ ആ ഇന്റർവ്യൂ വരെയുള്ള എല്ലാ കാര്യങ്ങളും കേട്ടോ, എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും, നമ്മുടെ സ്റ്റുഡൻസ് ഫ്രീ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതുകൂടെ ഞാൻ പറഞ്ഞു പോകുന്നു. ഇനി നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങൾക്ക് ക്വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കാം, അത് ക്ലിയർ ചെയ്തുതരാം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ചോദിച്ചിരുന്നത് നഴ്സിംഗ് ട്യൂട്ടറിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ളതായിരുന്നു. നഴ്സിംഗ് ട്യൂട്ടറിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ എക്സാം എഴുതിയിരുന്നായിരുന്നു, ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നെയാണ് കേട്ടോ. ഇതിന് മുന്നെയാണ് വന്നിരിക്കുന്നത്. സൗഭാഗ്യ, അതെ ആണ് കേട്ടോ, ആണ്. നോക്കിക്കേ, നഴ്സിംഗ് ട്യൂട്ടറിന്റെ വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് അസിസ്റ്റന്റ് പ്രൊഫസറിന് മുന്നെയാണ്. സോ നമ്മൾ ഇപ്പോഴും ഏകദേശം ആ ഒരു രീതിയിൽ കേട്ടോ, ആ ഒരു രീതിയിലാണ് വേക്കൻസീസ് വരും എന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നഴ്സിംഗ് ട്യൂട്ടറിന്റെ കാര്യം കേട്ടോ. യെസ്, DHS സർവീസിൽ ഉണ്ടെങ്കിൽ ബൈ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ കഴിയും കേട്ടോ. 5 പ്രസാദ് DHS സർവീസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബൈ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ കഴിയും കേട്ടോ. നഴ്സിംഗ് ട്യൂട്ടർ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ സാധാരണ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മേ ബി ഇതിനോട് അടുപ്പിച്ചൊക്കെ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നഴ്സിംഗ് ട്യൂട്ടർ.
യെസ്, ഇപ്പൊ സെക്കൻഡ് ഇയർ MSc അല്ലേ, സാധാരണ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ വർഷം കേട്ടോ, ആ വർഷം MSc പഠിക്കുന്ന സ്റ്റുഡൻസിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നോട്ടിഫിക്കേഷൻസ് വരിക. സോ എനിക്ക് തോന്നുന്നു ഐശ്വര്യ മിക്കവാറും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മിക്കവാറും ഡിസംബറിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക കേട്ടോ, ഡിസംബറിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. അപ്പം എന്താണ് നിങ്ങൾക്ക്, അതായത് MSc കറന്റ് പഠിക്കുന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് എഴുതാൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. യെസ്, ഐശ്വര്യ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, നഴ്സിംഗ് ട്യൂട്ടറിന്റെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. August 10th സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. യെസ്, അത് നമ്മൾ വേറൊരു ക്ലാസ്സിലൂടെ പറഞ്ഞുതരാം. ട്യൂട്ടറിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്ലാൻ ഉണ്ട് കേട്ടോ. കോഴ്സ് ഫീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അവരത് ഡീറ്റെയിൽഡ് ഫീസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും കേട്ടോ. ബാക്കി നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യെസ്, ലെക്ചറർ വിത്ത് 2 years എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞല്ലോ, MSc നഴ്സിംഗ് ഉള്ളവർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല കേട്ടോ. ദിവ്യ, MSc നഴ്സിംഗ് മാത്രം മതി, എക്സ്പീരിയൻസ് വേണ്ട. സർവീസ് കോട്ട അപ്ലൈ ചെയ്യാനായിട്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, സർവീസ് കോട്ട അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് തോന്നുന്നു കേട്ടോ. ദിവ്യ, അത് നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിൽ PhD കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്, ഗുഡ് ഷെപ്പേർഡ്. യെസ്, നിങ്ങൾക്ക് ഗുഡ് ഷെപ്പേർഡ് അത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. യെസ്, രമ്യ, പ്രൊബേഷൻ കഴിയണം എന്നാണ് റൂള്, പക്ഷെ കഴിഞ്ഞ ലിസ്റ്റിലൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു, അതിലെന്തോ റിലാക്സേഷൻ ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. യെസ്, ഓക്കെ. യെസ്, ഞാൻ പറഞ്ഞല്ലോ, ആസ് പെർ റൂൾ പറയുക, നിങ്ങളുടെ 2 years ആണ്, അതായത് പ്രൊബേഷൻ കഴിഞ്ഞിട്ടാണ് ബൈ ട്രാൻസ്ഫർ പറയുക കേട്ടോ. യെസ്, അതെ, പ്രൊബേഷന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അല്ല, സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലുള്ളവർക്ക് ബൈ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഞാനൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു, ഞാനൊക്കെ ഡയറക്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. സതീഷ് കുമാർ, നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, 1 year കറക്റ്റ് ഗ്യാപ്പ് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ എത്ര നേരത്തെ വന്നാലും ഒരു 9 months ആണ് എക്സാം വരിക. 9 months to 2 year ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണണം കേട്ടോ. യെസ്, ക്ലാസ് ടൈം ഞാൻ പറഞ്ഞല്ലോ. ശ്രീഷ, നമ്മൾ ആക്ച്വലി ഈ ഏജ് ലിമിറ്റിന്റെ കാര്യം പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. 50 years ആകാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ടില്ല കേട്ടോ. അതിന്റെ കാര്യങ്ങൾ അതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അതാകും കേട്ടോ. DHSന്റെ എക്സാം നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 1-1.5 വർഷത്തിനുള്ളിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അതായത് നെക്സ്റ്റ് ഇയർ എൻഡോട് കൂടി അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. യെസ്, സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓരോ സ്പെഷ്യാലിറ്റിക്ക് വെയിറ്റേജ് ഉണ്ടാവും, അതിലാണ് ചെയ്യുക കേട്ടോ. നഴ്സിംഗ് ട്യൂട്ടറിന് വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട കേട്ടോ. നഴ്സിംഗ് ട്യൂട്ടറിന് നമുക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല കേട്ടോ. നഴ്സിംഗ് ട്യൂട്ടറിന് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണ് നഴ്സിംഗ് ട്യൂട്ടറിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ വേക്കൻസീസ് കൂടുതൽ ഉണ്ടാവും കേട്ടോ, കൂടുതൽ ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുതിയ കുറെ കോളേജസ് ഉണ്ട്, അവിടുത്തെ പോസ്റ്റ് ക്രിയേഷൻസ് കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് വേക്കൻസീസ് ഉറപ്പായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകും. പിന്നെ ഞാൻ ഇതിന്റെ കുറച്ച് 1-2 കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഗസറ്റഡ് പോസ്റ്റ് ആണ്. നിങ്ങൾ എൻട്രി കേഡറിൽ തന്നെ നിങ്ങൾ ഗസറ്റഡ് പോസ്റ്റിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക. UGCയുടെ പേ സ്കെയിലാണ് സാലറി വരിക കേട്ടോ. സാലറി ആരും ചോദിച്ചു കണ്ടില്ല. UGC പേ സ്കെയിലാണ് വരിക. നമുക്ക് സെൻട്രലിന്റെ പേ റിവിഷൻ നമ്മൾ 2026 കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ സെൻട്രലിലെ പേ റിവിഷൻ വരുമ്പോഴത്തേക്ക് UGCയുടെ പേയും മാറാറുണ്ട്. സോ അതനുസരിച്ചുള്ള ഹൈക്ക് നമുക്ക് ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ആ രീതിയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കാം. DHSന്റെ ക്ലാസ് ഇന്ന് സെയിം അല്ല കേട്ടോ. യെസ്, ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞല്ലോ, അപ്പർ ലിമിറ്റ് 41 ആണ്. OBCക്ക് 3 years, പിന്നെ SC/ST 5 years റിലാക്സേഷൻ ഉണ്ട്. ഇവിടെ ആരാണ്ട് ചോദിച്ചതുപോലെ ഏജ് ലിമിറ്റ് എൻഹാൻസ് ചെയ്യാനുള്ള കുറച്ച് പ്രൊസീഡിങ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതൊക്കെ ആയി കഴിഞ്ഞാൽ പുതിയ ഏജ് ലിമിറ്റ് വെച്ചിട്ടായിരിക്കും വരിക. കാരണം ഈ UGC പോസ്റ്റിന് സാധാരണ എനിക്ക് തോന്നുന്നു 46 or 50 എന്തോ ആണ് ഏജ് വരിക. സോ ആ രീതിയിലായിരിക്കും ചെയ്യുക കേട്ടോ. DHSന്റെ ക്ലാസ് എനിക്ക് തോന്നുന്നു August 7th ആണെന്ന് തോന്നുന്നു കേട്ടോ. August 7th നമ്മൾ DHSന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. യെസ്, റോഹിണി, ഉറപ്പായിട്ട് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുക. യെസ്, ഓൾറെഡി 5 ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ റാങ്ക് ഫയൽ ഉള്ളതാണ് കേട്ടോ. യെസ്, ഓക്കെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും. നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ DMAയിൽ കൊടുത്തിരുന്നു, അതുപോലെ ഉണ്ടാകും കേട്ടോ. യെസ്, ബൈ ട്രാൻസ്ഫറിന് ഏജ് ലിമിറ്റ് ഇല്ല. യെസ്, അങ്കു, ഗീതു, ഇതൊക്കെ മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മുടെ നമ്മുടെ പിന്നെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നൽകുന്നതാണല്ലോ. പ്രസന്റ് പേ സ്കെയിൽ അല്ലേ, പ്രസന്റ് പേ സ്കെയിൽ 58,800 മുതൽ 1,33,800 വരെയാണ്. ഏകദേശം ബൈ ഹാൻഡ് ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു നിയർലി 77 നമുക്ക് ഉണ്ടാവും കേട്ടോ. യെസ്, സൂം ആപ്പ് വഴിയായിരിക്കും ലൈവ് ക്ലാസ് വരിക. ബാക്കിയുള്ള നമ്മുടെ എഡ്യൂസിന്റെ ആപ്പ് വഴിയായിരിക്കും ക്ലാസ് വരിക കേട്ടോ. യെസ്, വേക്കൻസി സ്പെഷ്യാലിറ്റി വൈസ് ആയിരിക്കില്ല കേട്ടോ. ഇതുവരെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ നടന്നിട്ടില്ല. അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സൗമ്യ, ഏജ് ഞാൻ പറഞ്ഞല്ലോ 41 ആണ് കേട്ടോ.
36 അല്ല ലിനി. എസ്എം ബ്രൗസറിന്റെ ഏജ് ലിമിറ്റ് 41 ആണ്. OBC-ക്ക് 3 years റിലാക്സേഷനും SC/ST-ക്ക് 5 years. ഇത് മേ ബി ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. യെസ്, സ്പെഷ്യാലിറ്റി പ്രിഫറൻസ് ഇല്ല കേട്ടോ. ഇതുവരെ സ്പെഷ്യാലിറ്റി പ്രിഫറൻസ് വേക്കൻസിയിൽ വരില്ല. നിമ്മി അത് നമ്മുടെ പഴയ DME സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇൻഡെപ്ത് ക്ലാസ്സുകളാണ്. കാരണം അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ക്ലാസ്സുകളല്ല വരിക കേട്ടോ. DHS-ന്റെ ഏജ് ലിമിറ്റ് വരിക 36 ആണ് അപ്പർ ലിമിറ്റ് വരിക. അതിന് ഈ പറഞ്ഞ പോലെ OBC, SC/ST, OBC-ക്ക് 3 വർഷം, SC/ST-ക്ക് 5 വർഷവും ഉണ്ടാവും കേട്ടോ. ദിവ്യ, ഓക്കെ, ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവരുടെ കാര്യമാണ് ദിവ്യ പറഞ്ഞത് കേട്ടോ സാറ്. ഓക്കെ, ട്യൂട്ടറിന്റെ ഏജ്, ബുക്കിന്റെ കാര്യങ്ങളും പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കൗൺസിലേഴ്സ് പറഞ്ഞു തരും കേട്ടോ. അശ്ല, യെസ്, ഓക്കെ കേട്ടോ. നമുക്ക് കോഴ്സിനെ കുറിച്ച്, നമ്മുടെ എക്സാമിനെ കുറിച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ട്യൂട്ടറിന്റെ ഏജും ഞാൻ നോക്കണം കേട്ടോ. എനിക്ക് ഒന്ന് 50 ആണെന്ന് തോന്നുന്നു കേട്ടോ. ബൈ ട്രാൻസ്ഫറിന് 1 year ആക്റ്റീവ് സർവീസ്, എനിക്ക് തോന്നുന്നു പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം എന്ന് തോന്നുന്നു കേട്ടോ. പെൻഷനബിൾ ജോബ് ആണ് ഷാരോൺ, യെസ്, പെൻഷനബിൾ ആണ് കേട്ടോ. യെസ്, ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നമ്മുടെ എസ്എം ബ്രൗസർ പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അശ്വതി കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ DME കട്ട് ഓഫിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു, അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. യെസ്, വൈശാഖ്. ഓക്കെ, അപ്പൊ നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്പൊ കോഴ്സിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായും തോന്നുന്നു. നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ.